എല്ലാവർക്കും നമസ്കാരം. ഈ വൻകിട റിയൽ എസ്റ്റേറ്റുകൾ വലിയ ഇതായിട്ട് വന്നിട്ട് വളരെ ജെന്യുവിനായിട്ട് വന്നിട്ട് ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയിരിക്കുന്ന ഒത്തിരി സ്റ്റോറീസുണ്ട്. ഞാനപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2004 മുതൽ 2017 വരെ നമുക്ക് കേരളത്തിൽ കത്തി നിന്ന പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റി കൊച്ചി. ഏതാണ്ട് 5000 കോടിയുടെ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ പത്രങ്ങളും മറ്റുമൊക്കെ അതിനകത്തെക്കുറിച്ചൊരു ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റാണ്, റിയൽ വികസനമൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളത് കുറേ ഇഷ്യൂസ് അതിനകത്ത് വന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നിരുന്നെങ്കിൽ ഇന്ന് കൊച്ചിയിലെ IT ഹബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കുറച്ചുകൂടെ ഒത്തിരി അങ്ങോട്ട് കടന്നു പോകുമായിരുന്നു. ഒരു ഗ്ലോബൽ സ്കെയിൽ വിഷൻ, കാരണം അത് പുറത്തുള്ളവർ വന്നാലാണ് അവർക്കത് കൃത്യമായിട്ട് ഇവിടെ നടത്താനായിട്ട് പറ്റുമായിരുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനാണേലും വന്നവർക്കാണേലും ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആണെങ്കിലും ഇയർലി കോൺഫിഡൻസ് ഒക്കെ നല്ല സൂപ്പർ കോൺഫിഡൻസ് ആയിരുന്നു. ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ലാൻഡിനകത്ത് ലാൻഡ് എഗ്രിമെൻറ്റ് എക്സിക്യൂഷന്, അപ്പോൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ട് വന്നു. മീഡിയ മോശമായിട്ട് എഴുതി, പ്രതിപക്ഷം അതിനെതിരെ സമരം ചെയ്തു. പിന്നെ ഇങ്ങനൊരു ന്യൂസ് വന്ന്, ഇതാണ് അതിൻ്റെ ഹെഡിങ് വന്നത്, പ്രോജക്റ്റ് നോട്ട് മൂവിങ്, നരേറ്റീവായിട്ട് വന്നത്. പ്രോജക്റ്റ് നോട്ട് മൂവിങ് എന്ന് പറഞ്ഞൊരു അതങ്ങ് ആൾക്കാരുടെ മനസ്സിലങ്ങ് പതിഞ്ഞു. ആ ഒരു സംഭവം അങ്ങോട്ട് കയറി പിടിച്ചിട്ട് അത് വളർന്ന് ചുരുക്കം പറഞ്ഞാൽ പ്രോജക്റ്റ് നശിച്ചു. അപ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സിനെ ട്രസ്റ്റ് അതോടുകൂടി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പയ്യെ കുറേശ്ശെ വിഡ്രോ ചെയ്യാൻ തുടങ്ങിയോടുകൂടി പ്രോജക്റ്റ് ഇതായിപ്പോയി. അപ്പോൾ ഒരു ആൾക്കാർ കണ്ട ഒരു പെർസെപ്ഷൻ റിയലി വളരെ ജെന്യുവിൻ പ്രോജക്റ്റായിരുന്നു. അതിൻ്റെ ഒരു മൊമെൻറ്റം അങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ അതങ്ങ് പോയി. അപ്പോൾ ഈ ലോങ് സർവൈവലിന് വരുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ വരാവുന്ന ഒരു സംഭവമാണ് ഡിലേ. ഒരു ഡിലേ വന്ന് അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് ശരിക്കും ഡിലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡിലേ ഏത് പ്രോജക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാലും പ്രോജക്റ്റ് തകർന്നു എന്ന് വിചാരിച്ചാൽ മതി. അതുപോലെ മറ്റൊരു പ്രോജക്റ്റാണ് ഭയങ്കര ആംബിഷ്യസ് ആയിട്ട് ഞാനും നോക്കിക്കണ്ടിരുന്നൊരു പ്രോജക്റ്റ്, 25,000 കോടിയുടെ പൂനെയിൽ വന്ന ലവാ സിറ്റി പ്രോജക്റ്റ്. 2000 തുടങ്ങി 2018 വരെ ആ പ്രോജക്റ്റ് ഇങ്ങനെ കത്തി നിന്നിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് റെഗുലേറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് വളരെ ജെന്യുവനായിരുന്നു. അപ്പോൾ ഭയങ്കര ഗ്രാൻഡ് വിഷനായിരുന്നു. ശരിക്കും വളരെ ഗ്ലോബൽ ലെവലിൽ വന്നൊരു സാധനമാണ്. ഇയർലി എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പം അതിനകത്ത് എൻവയറമെൻ്റൽ ഇഷ്യൂ ഇതിങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് കുറേ എൻവയറമെൻ്റൽ പ്രവർത്തകരൊക്കെ വന്നത് കൺസേൺ ഇങ്ങനെ ഊതി വീർപ്പിച്ച് മീഡിയ അതിനെ അങ്ങ് ആംപ്ലിഫൈ ചെയ്തു, നെഗറ്റീവ് കവറേജ് വന്നു. അപ്പോൾ ഈ പെർസെപ്ഷൻ ഒരു കോൺട്രവേഴ്ഷ്യൽ പ്രോജക്റ്റ് എന്നുള്ളൊരു പെർസെപ്ഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പം അങ്ങനെ അതൊരു റിയൽ ഇഷ്യൂ ആയിട്ട് മാറി. പിന്നെ അതങ്ങോട്ട് ഇല്ലാത്തൊരു ഇഷ്യൂ അതങ്ങ് ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ആക്ച്വലി അവിടെ ഒരു ഇഷ്യൂ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഫേസ് അതോടുകൂടി കൊളാപ്സ് ചെയ്തു. നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ഇല്ല എന്നുള്ളൊരു സംഭവത്തിനകത്ത് ആ ഒരു സംഭവത്തിൽ വന്ന പ്രോജക്റ്റ് തകർന്നു പോയി. പിന്നെ അതുപോലെ തന്നെ അമരാപാലി ഗ്രൂപ്പ് പ്രോജക്റ്റ് വന്നത് അത് 10,000 crores ആണ്. വളരെ ജെന്യുവിനായിട്ടുള്ള പ്രോജക്റ്റ്, നോയിഡയിൽ വന്ന പ്രോജക്റ്റ്. അപ്പോൾ ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ ജെന്യുവിൻ പ്രോജക്റ്റിലെ ആൾക്കാർക്കുള്ള ട്രസ്റ്റ് പോകും. അപ്പം പ്രധാനമായിട്ടും മീഡിയയിൽ ഓവർ റിലയൻസ് വരുന്നതാണ്. ചെറിയ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമ്പോഴത്തേക്കും കോടതി സ്വാഭാവികമായിട്ടും കേസ് മാറ്റി വെക്കും. അപ്പോൾ ഈ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു, ഒരു മൾട്ടി ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ ഒരു വലിയ ലോഞ്ചായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ തൗസൻഡ്സ് ഓഫ് ബയേഴ്സ് അതിന് വേണ്ടിയിട്ട് അടി കൂടുമായിരുന്നു. അപ്പോൾ ഡിലേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പലരും വിഡ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ വ്യക്തമായിട്ട് നേരത്തെ അറിഞ്ഞില്ലായിരുന്നുള്ളത് ഒരു പാനിക്ക് സ്പ്രെഡ് ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് ഓടി നടന്ന ഒരു പിൻവലിക്കൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടതോടെ കംപ്ലീറ്റ്ലി അത് ബ്രോക്കായി. ഇനി അതുപോലെ തന്നെ നമുക്ക് പിന്നെ അത് സുപ്രീം കോർട്ട് ഇടപെട്ട് ലീഗൽ ഇൻ്റർവെൻഷൻ വന്നു. അത് കുറച്ച് അവധിക്കൂടെ വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പോകുമല്ല. അപ്പോൾ ഒരു പ്രോജക്റ്റിനകത്ത് കോടതി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോടതി ഉണ്ടെങ്കിൽ നീതി കിട്ടുകയുള്ളൂ. അപ്പോൾ പക്ഷേ പ്രോജക്റ്റ് നമുക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മീഡിയയും കോടതി ഇടപെട്ട് കഴിയുമ്പോൾ ഇൻ്റർവെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരാവുന്ന ഒരു വലിയ സംഭവമാണ്. അതുപോലെ തന്നെയാണ് DLFിൻ്റെ ഗുർഗാവിലുള്ള പ്രോജക്റ്റ് 2008 വന്ന. അപ്പോൾ അത് വളരെ ജെന്യുവിനായിട്ടുള്ളൊരു വളരെ ജെന്യുവിനായിട്ടുള്ളൊരു പ്രീമിയം പ്രോജക്റ്റായിരുന്നു. ഹൈ എൻഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ബൂമായിരുന്നു.
സ്ട്രോങ് ഡിമാൻഡ് ഉണ്ടായിരുന്ന ആൾക്ക്. പിന്നെ മാർക്കറ്റ് വയ്യാക സമയത്ത് ക്രാഷ് ചെയ്തു. പെർസെപ്ഷൻ ഓവർ പ്രൈസ്ഡ് ആണ്, ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കൂടിപ്പോയി എന്നുള്ളൊരു, അപ്പോൾ അങ്ങനെ ഒരു പത്രത്തിൽ വന്ന് അപ്പോൾ അതുപോലെ തന്നെ ഡിമാൻഡ് ഡ്രോപ്പ് ചെയ്ത, ഡിമാൻഡ് ഇല്ലാതായി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നെ അത് ഒരു റിയാലിറ്റി ചെക്കിലേക്കൊക്കെ വന്നു, സ്ലോ റിക്കവറിയിൽ വന്ന് പ്രൊജക്റ്റ് പറഞ്ഞതുപോലെ നല്ല നഷ്ടത്തിൽ. അപ്പം നമുക്ക് ഈ മാർക്കറ്റ് സെറ്റിൽമെൻ്റ് ആണ് അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളൊരു ഇൻസൈറ്റ് നമുക്ക് അതിനകത്ത് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അടുത്തത് പാങ് ജുമേറ ദുബൈയിലെ പ്രോജക്റ്റ് 2008 തുടങ്ങി, 2012 വളരെ ജെന്യുവനായിട്ട്, പക്ഷേ ക്രൈസിസ് സമയത്ത് അത് സർവൈവ് ചെയ്തു. എങ്കിൽ തന്നെ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഗ്ലോബൽ ലാൻഡ് മാർക്കായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു. പ്രോജക്റ്റ് നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് മോളിൽ നിന്നും കാണാം. അപ്പോൾ അതിനകത്തുള്ള 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതിൻ്റെ ഒരു ക്രാഷ് ഇമ്പാക്റ്റ് വന്ന് സെൻറ്റിമെൻറ്റ്സ് കൊളാസ്പ് ചെയ്തു. ആൾക്കാർ മാസീവ് വിഡ്രോവൽ വന്നു. പ്രൈസ് കറക്ഷൻ, അപ്പോൾ പിന്നെ വീണ്ടും പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഡെവലപ്പേഴ്സിന് അവിടെ ഹെവി ആയിട്ട് ലോസ് വരികയും ചെയ്തു. അപ്പോൾ എല്ലാത്തിനകത്തും ചില ആൾക്കാർക്ക് വളരെ സൂക്ഷിച്ച് നിന്ന ആൾക്കാർക്ക് പറ്റിയില്ല, ചില ആൾക്കാർക്ക് പറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ ക്രൈസിസ് ആൾക്കാരുടെ പബ്ലിക്കിൻ്റെ പെർസെപ്ഷനെ നശിപ്പിച്ച് കളയും എന്നുള്ളൊരു, അപ്പോൾ ഒരു ലോങ് ടേം വിഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതുപോലെ നമുക്ക് വന്നിട്ടുള്ള പല പ്രോജക്റ്റുകളും ലോകത്തിലിങ്ങനെ വന്നിട്ടുള്ളത് വളരെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി അതിൻ്റെ കൊടുത്തൊരു ഒരു ഇമോഷൻസ് കൂടെ വന്നു കഴിയുമ്പോൾ ലോയർ അതോറിറ്റിയൊക്കെ, ഇപ്പോൾ ഈ ജെയ്പേ ഇൻഫ്രാടെക് എന്ന് പറഞ്ഞ ഒരു ജെമിനി എക്സ്പ്രസ് വേയുടെ പ്രോജക്റ്റ് വന്നു നോയിഡയിൽ. 20,000 crores ആയിരുന്നു പ്രോജക്റ്റ്. അത് ഈ പറഞ്ഞതുപോലെ ഡിലേ വന്നു, ട്രസ്റ്റ് ഇറോഷൻ വന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് കുറേ ആൾക്കാർ പരിസ്ഥിതിവാദമൊക്കെ വന്ന് പറഞ്ഞ് പ്രശ്നമായി. കൊടുക്കാൻ പറ്റാത്തത് ആദ്യമേ തന്നെ പെർമിഷൻ കൊടുക്കാതിരിക്കണം. പിന്നീട് അത് വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ആയിരക്കണക്കിന് ബയേഴ്സിൻ്റെ കോൺഫിഡൻസ് അതിനകത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഡിലേ വന്നു, കൺസ്ട്രക്ഷൻ സ്ലോ ഡൗൺ ആയി. അപ്പോൾ അങ്ങനെ അത് വലിയ പരാജയത്തിലേക്ക് പോയി. ഒരു ഫിയർ സ്പ്രെഡ് ചെയ്തു. പ്രോജക്റ്റ് സ്റ്റക്ക് എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ന്യൂസ് അതിനകത്ത് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ട്രസ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്തതോടുകൂടി വന്ന ഒരു സ്പൈറൽ ഓഫ് കേസസ്, NCLT-ലൊക്കെ കേസസ് വന്നു, കമ്പനി ലോ ബോർഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഡിലേ വരുമ്പോഴത്തേക്കും ഡെറ്റ് കൂടും, വീക്കാകും, കമ്മ്യൂണിക്കേഷൻ വീക്കാകും. ഇപ്പോൾ എല്ലാം ഡിലേയിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം സ്പീഡ് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഇനി യൂണിടെക് പ്രോജക്ട്സ് ഗുർഗാവിൽ വന്നിട്ടുള്ള, നോയിഡയിൽ വന്നിട്ടുള്ള, അതും ഈ 10,000 crores പ്രോജക്റ്റായിരുന്നു. ജെന്യുവിൻ പ്രോജക്റ്റായിരുന്നു. ലീഗൽ ഇഷ്യൂ, അതുകൊണ്ട് റെപ്യൂട്ടേഷൻ പോയി കൊളാപ്സ് ചെയ്തു, തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ എയർലി സെയിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങ് സ്കൈ റോക്കറ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. പയ്യെ ഡിലേ വന്ന് ഇതൊക്കെ ഉണ്ടാകുന്ന ഈ പല ആൾക്കാരും കയറിയ ഇൻ്റർവെൻഷനും മീഡിയ ഇൻ്റർവെൻഷനും തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസ് എത്രമാത്രം നമുക്ക് ആന്ത്രപ്രണേഴ്സിന് ആ ന്യൂസിനെ ക്യാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെപ്യൂട്ടേഷൻ ഡാമേജ്, പിന്നെ ലീഗൽ ഇൻ്റർവെൻഷൻ, അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലീഡർഷിപ്പ് ക്രൈസിസ് വന്നു. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ടേക്ക് ഓവർ വന്നു. പിന്നെ ഇതിനകത്തൊക്കെ ഈ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ കയറി വരും. ഓപ്പോസിറ്റ് പാർട്ടി അതിനകത്ത് കയറി, അപ്പോൾ റെപ്യൂട്ടേഷൻ അവരുടെ കൊളാപ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആ ഒരു ഇതിനകത്തോടെ. പിന്നെ അതുപോലെ മറ്റൊരു വളരെ നല്ല ഒരു ജെന്യുവിൻ പ്രോജക്റ്റായിരുന്നു കിങ് ഫിഷറിൻ്റെ പ്രോജക്റ്റ്, 1000 crores ബാംഗ്ലൂർ വന്ന പ്രോജക്റ്റ്. പക്ഷേ കിങ് ഫിഷറിൻ്റെ ഒരു മദർ കമ്പനിക്ക് വന്നിട്ടുള്ള ആ ദോഷങ്ങളെല്ലാം ഈ കയറി വന്ന ഒരു ലക്ഷറി വിഷൻ, അൾട്രാ പ്രീമിയം റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള എലീറ്റ് സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഹൈ വാല്യൂ ബയേഴ്സായിരുന്നു അതിനകത്ത് വന്നത്. പക്ഷേ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ പെർസെപ്ഷൻ, അപ്പോൾ അവരുടെ മറ്റ് കിങ് ഫിഷറിൻ്റെ മറ്റ് പ്രോജക്റ്റുകൾ തകർന്ന കൂടെ ഇതും അങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു ന്യൂസ് വന്നു. അതും പിന്നെ തകർന്നു പോയി. ആൾക്കാർ പെട്ടെന്ന് റീഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഓടി നടന്നുള്ള ഒരു സംഭവം ഉണ്ടായി. ഇനിയും പിന്നെ നമുക്ക് വരുന്ന അതിനകത്ത് ഉണ്ടാകുന്ന ഈ ബ്രാൻഡ് പെർസെപ്ഷനാണ് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് അതിന് കയറി ഫെയിലായൊരു ബ്രാൻഡ് ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോറിൻ പ്രോജക്റ്റ് ഉണ്ട്, കാനറിയൻ വാർഫ്. അതിൻ്റെ 90കളിൽ UK ഉണ്ടായിരുന്ന പ്രോജക്റ്റാണ്.
അപ്പോൾ ഏതാണ്ട് നമ്മളതിൻ്റെ പറയുകയാണെങ്കിൽ ഒരു 15,000 കോടിയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ജെന്യുവിനായിട്ടുള്ള, പക്ഷേ അതിൻ്റെ ഓവർ സപ്ലൈ ആണ്, നമുക്ക് അത്ര ആവശ്യം വരില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വേർഷൻ വന്ന് ചില മീഡിയക്കാരുടെ സംഭവങ്ങളാണ് മാർക്കറ്റ് ടേൺ ഡൗൺ ചെയ്ത്. പിന്നെ അപ്പോൾ ടൂ മച്ച് സ്പേസ് അവിടെ ഉണ്ട്, ഇത് മുഴുവൻ വിറ്റ് പോകില്ല എന്ന് അങ്ങനെ പത്രത്തിൽ വന്നാണ് അത് പറഞ്ഞ് ആ ഗോസിപ്പിനകത്തോടെ ആ ഒരു പ്രോജക്റ്റ്, അപ്പോൾ അതിൻ്റെ ആസെറ്റൊക്കെ എറോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കും പൈസ പോയി, തുടങ്ങിയ ആൾക്കാർക്കും പോയി, എല്ലാവരും അതിനകത്ത് ലൂസേഴ്സായിട്ട്. നിങ്ങൾക്കത് സ്റ്റഡി ആയിട്ട് ഇതിനകത്ത് നമുക്കെടുത്ത് പഠിക്കാവുന്ന കേസസാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ അപ്പോൾ ഈ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉണ്ടാഞ്ഞിട്ട് പോലും തകർന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ദുബൈയിൽ വന്ന നക്കീൽ വാട്ടർ ഫ്രണ്ട് പ്രോജക്റ്റ് ദുബൈയിൽ, അപ്പോൾ അത് 2008 മുതൽ 2010, അപ്പോൾ ഏതാണ്ടൊരു 10-12,000 കോടിയുടെ ഒരു ജെനുവിൻ പ്രോജക്റ്റ്. പിന്നെ പ്രോജക്റ്റ് സസ്പെൻഷൻ വന്നു, മാസീവ് ഒരു വിഷൻ വാട്ടർ ഫ്രണ്ടിനകത്ത് ഉണ്ടായ ഒരു പ്രശ്നം വന്നിട്ട് എയർലി എക്സൈറ്റ്മെൻറ്റ് പിന്നെ അങ്ങോട്ട് പോയില്ല, ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു, അപ്പം ഫണ്ടിങ്ങിനുള്ള പ്രഷർ വന്നു, സെൻറ്റിമെൻറ്റ്സ് കൊളാസ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അത് പ്രശ്നത്തിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം ലാർജ് പ്രോജക്റ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും അൺഫിനിഷ്ഡ് ഡ്രീംസ് ഇങ്ങനെ ചിലപ്പോൾ ഒരു തലക്കെട്ടിനകത്ത് എക്സ്റ്റേണൽ ഷോക്ക് ഇങ്ങനെ വന്ന ഒരു സംഭവം കൊണ്ട് ചിലപ്പോൾ തകർന്ന് തരിപ്പണമായത് നോക്കി നിൽക്കേണ്ട ഗതികേട് ആന്ത്രപ്രനേഴ്സിന് വരും. മറ്റൊരു മാസീവ് കേസാണ് എവർഗ്രാഡെ പ്രോജക്ട്സ്. 2015-2021 എന്താണ്ട് 300 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻറ്റു ഒരു 9,000 കോടി ഗുണിച്ചോ, എത്ര ലക്ഷം കോടിയായി. അതാണ് അവർ ക്രൈസിസ് വന്നത്. അവിടെയും കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതാണ്, ബയേഴ്സ് വളരെ പാനിക്ഡായി, ഡെപ്റ്റ് ക്രൈസിസ് വന്നു. അപ്പം പിന്നെ മാസീവായിട്ടുള്ള എക്സ്പാൻഷൻ നടത്തിയെന്നുള്ളതാണ്. അഗ്രസീവ് ഗ്രോത്ത്, ചൈന ഉദ്ദേശിച്ചത്രയും ആ ഒരു വളർച്ച അവിടെ വന്നില്ല എന്നുള്ള സംഭവം. അപ്പോൾ അവിടെ നമുക്ക് പിന്നെ വാർണിംഗ് സിഗ്നൽ പലതും അവർ നോക്കിയില്ല എന്നുള്ളതുകൊണ്ട് ബയർ പാനിക്കാണ് മെയിനായിട്ടുള്ളത്. ഓരോ ഇതും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് പോകണം. ഇങ്ങനെ നമുക്ക് ഒരു വലിയ ക്രൈസിസിലേക്ക് വന്നു. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ പ്രോജക്ട്സ് ഉണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ കേരളത്തിലെ പ്രോജക്ട്സ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതിന് ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ കോൺഫിഡൻസ് കൊണ്ട് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രോജക്റ്റ് നോക്കുമ്പം പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന് ക്ലോസ് ആയി വന്നു, എല്ലാം കൊണ്ട് നന്നായിരുന്നു. പക്ഷേ 1-2 ഒരു ഇമോഷണൽ പെർസ്വേഷൻ മീഡിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ അത് കോർട്ട് റൂമിലേക്ക് പോയി, ആർഗ്യുമെൻറ്റിലേക്ക് പോയി, മറ്റേതൊരു പാർട്ടി സമയം ചോദിച്ചു, അങ്ങനെ അതങ്ങോട്ട്. അപ്പോൾ ഈ സൂപ്പർ ടെക് ട്വിൻ ടവേഴ്സ് നോയിഡയിൽ വന്ന 2004 മുതൽ 2022 വരെ 1000 കോടിയുടെ ഭയങ്കര ജെനുവിൻ. പക്ഷേ അതിനകത്ത് ചെറിയ ലീഗൽ വയലേഷൻസ് ഒക്കെ വന്നു എന്നുള്ളതാണ്. അതും ഡെവലപ്പേഴ്സിൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് വന്ന ചെറിയ ഇഷ്യൂസ് അതിനകത്തുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാഞ്ഞിട്ടും കേരളത്തിൽ നമുക്കൊരു 10-20 പ്രോജക്റ്റ് ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ട് 5-6 വർഷമായിട്ടും ആ പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്യാതെ കിടക്കുന്ന പ്രോജക്റ്റ്. പിന്നെ ബാറ്റിലുണ്ടായിട്ടുള്ള നരേറ്റീവ് വന്നിട്ടുള്ള ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് എന്നൊക്കെ ചെറിയൊരു വയലേഷൻ വന്നാലും കൂടെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്ന, പിന്നെ അപ്പം സുപ്രീം കോർട്ട് കയറി ഇടപെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു ഫിസിക്കൽ ഡിസ്ട്രക്ഷന് വേണ്ടി വന്നിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊരു വൈഡർ ഇമ്പാക്റ്റ് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ്, ആ ബ്രാൻഡ് എല്ലാം താറുമാറായി പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നമ്മൾ നേടിപ്പോയി കഴിഞ്ഞാലും, ഇപ്പോൾ ഹീരാനന്ദാനി വളരെ നന്നായിട്ട് നടത്തുന്ന ഇതാണ്. മുംബൈയിലൊക്കെ ഹീരാനന്ദാനി ഗാർഡൻസ് എന്ന് പറയുന്ന മുംബൈയിലെ പവയിലെ പ്രോജക്റ്റ് 1000 കോടിയുടെ പ്രോജക്റ്റായിരുന്നു, ജെന്യുവിൻ വളരെ. പക്ഷേ അതിനകത്തൊരു എയർലി സ്കെപ്റ്റിസിസം. പിന്നെ പക്ഷേ അവരതൊരു പ്രത്യേക കഴിവ് ഉപയോഗിച്ച് അത് വീണ്ടും അവരത് ഏറ്റെടുത്തത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ആൾക്കാർക്ക് ടു ഫാർ ഫ്രം സിറ്റി എന്ന് പറയുന്നൊരു പെർസെപ്ഷൻ ചുമ്മാ അങ്ങ് പറഞ്ഞ, കാരണം അത് IIT-യുടെ ഒക്കെ അടുത്താണ്. അപ്പം അവിടെ അങ്ങനെ ആൾ വരത്തില്ല എന്ന്. പിന്നീട് പക്ഷേ അത് സൂപ്പർ സക്സസ് ആയി, അങ്ങോട്ട് ആൾക്കാർ ഒത്തിരി പോകാനായിട്ട് അവിടേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വന്ന് അതിൻ്റെ ഗ്രോത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെർസെപ്ഷൻ അവിടെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഒരു ആ പ്രോജക്റ്റ് അവർക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട്, ലോങ് ടേം സക്സസ് വരാനായിട്ട്. അതുപോലെ നമുക്ക് നമ്മൾ പിന്നെ വേറെ എടുക്കുമ്പോഴത്തേക്ക് ഈ എയർലി ഡൗട്ട് ഉണ്ടായിട്ട് വന്ന് പിന്നെ അത് മേക്കപ്പ് ചെയ്തു. പക്ഷേ അവരുടെ ഒരു ലാഭത്തിൻ്റെ സാധ്യത കുറഞ്ഞു പോയിട്ടുണ്ട്. LDF
ക്യാപിറ്റൽ ഗ്രീൻസ് ഡൽഹിയിലെ പ്രോജക്റ്റ് 2000 crores പ്രോജക്റ്റായിരുന്നു. ഡിലേ, മാർക്കറ്റ് സെറ്റിൽമെൻറ്റ്, ബയറിന് ഉണ്ടായുള്ള കൺസേൺ. അപ്പം ശരിക്കും പറഞ്ഞ ഇതിനകത്ത് എല്ലാം റിയൽ വിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബയർ തന്നെയാണ്. ബയറുടെ ഒരു അകമഴിഞ്ഞൊരു പ്രോത്സാഹനോടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത് ആന്ത്രപ്രണേഴ്സിന് അത് കംപ്ലീറ്റ് സമയത്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ബയേഴ്സ് പത്രത്തിലൊക്കെ തെറ്റായിട്ടുള്ള ന്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നെഗറ്റീവ് ഡിസ്കഷൻസ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെയിനായിട്ടും ആ ഒരു പ്രോജക്റ്റിനകത്ത് അതാണ്. പിന്നെ ഒരു പ്രോജക്റ്റ് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. പക്ഷേ അത് പിന്നീട് നടന്നു. ഗ്രാജുവൽ ഡെലിവറിയാണ്, റിക്കവറി പതിയെയാണ് നടന്നത്. അപ്പോൾ ഡിലേ ഈ ട്രസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഡിലേ പെർസെപ്ഷൻ റിസ്ക്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് US ന്യൂയോർക്കിലുള്ള ഹഡ്സൺ റിവറിൻ്റെ അടുത്തുള്ള പിന്നെ ഹഡ്സൺ യാർഡ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതേതാണ്ട് 25 billion പ്രോജക്റ്റായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഗ്രാജുവലായിട്ടാണ് മെഗാ ഡെവലപ്മെൻറ്റ് വന്നതാണ്. ഇനീഷ്യലി ഭയങ്കര അത് ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ട്ഫുള്ളായിട്ട്, ആൾക്കാർ വരുമോ വാങ്ങുമോ, ആൾക്കാരൊക്കെ ഉണ്ടായ പൊതുവെ ഉണ്ടായുള്ള സംശയം ജോലിക്കാരുൾപ്പെടെ പറഞ്ഞ് പിന്നെ പത്രങ്ങളിൽ കൂടെ ഒക്കെ പറഞ്ഞ് അതൊരു ഗോസിപ്പായി, ഒരു പബ്ലിക് ഒപ്പീനിയനായി. പിന്നെ അതങ്ങ് സ്ലോ ഡൗൺ ചെയ്ത് കംപ്ലീറ്റ്ലി അങ്ങ് താഴേക്ക് പോയി. അപ്പം അതേപോലെ നമുക്ക് അങ്ങനെ ലാൻഡ്മാർക്ക് കേസസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കേസസ് ഉണ്ട്. ഈ എക്സിക്യൂഷനെ കുറിച്ചുള്ള നരേറ്റീവ്സ് വരുമ്പോഴത്തേക്കും പത്രത്തിൽ വരുന്ന നരേറ്റീവ്സിനകത്ത് വരുന്ന ചെറിയ മാറ്റങ്ങളാണ്. വളരെ അംബീഷ്യസ് ഉള്ള പ്രോജക്റ്റാണ് ഈ സന്തോഷ ഈ കേവ് പ്രോജക്റ്റ് എന്ന് പറയുന്ന സിംഗപ്പൂരിലുള്ളത്. 2005 നടന്നത് 2015 വരെ നീണ്ടുപോയി. അപ്പോൾ 10 billion ഒരു പ്രോജക്റ്റായിരുന്നു, വളരെ ലക്ഷറി മാർക്കറ്റ് സെഗ്മെൻറ്റ്. പക്ഷേ അത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയർലി ബൂം സൂപ്പർ ബൂമായിരുന്നു. മാർക്കറ്റ് പതിയെ കൂൾ ചെയ്ത് പിന്നെ അതിനെക്കുറിച്ചുള്ള ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഇങ്ങനെ കുറേ പേര് പറഞ്ഞ് അതിങ്ങനെ ന്യൂസിൽ വന്ന് ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്ത് പിന്നെ എടുത്തേക്കുന്ന ആൾക്കാരത് വേണ്ടാന്ന് വെക്കാനായിട്ട് തുടങ്ങി, വിഡ്രോവൽസ് വന്നു. പിന്നെ അത് വീണ്ടും മറ്റൊരു വിധത്തിൽ അവർ ഗ്രാജുവൽ റിക്കവറി കൂടെ അവരത് തിരിച്ചു വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുണ്ടാകുന്ന ചെറിയ ന്യൂസുകൾ വലിയ പ്രോജക്റ്റുകളെ നമുക്ക് തകർക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ MR പ്രോജക്റ്റ്, അപ്പോൾ MGF വന്ന് അപ്പോൾ മൾട്ടിപ്പിൾ പ്രോജക്റ്റായിട്ട് ഇന്ത്യയിൽ വന്ന് 8000 കോടിയുടെ പ്രോജക്റ്റ് വന്നു. അത് ഈ പറഞ്ഞതുപോലെ ദുബൈയിലെ കാലാവസ്ഥയല്ല ഇവിടുത്തെ പ്രത്യേകതയിനകത്തുണ്ടായ ഇതിൽ അവർ ഏറ്റവും നല്ല കമ്പനിയായിട്ട് പോലും അതിൻ്റെ ബ്രാൻഡ് നഷ്ടപ്പെട്ട് പിന്നീട് അത് ഡിലേ വന്ന് പിന്നെ അത് ബയർ കംപ്ലൈൻറ്റ് വന്നു, പൊസഷൻ ഇഷ്യൂ വന്ന്, റെപ്യൂട്ടേഷൻ ബാധിച്ച്, പിന്നെ ലീഗൽ ആക്ഷൻസ്, ബ്രാൻഡ് സ്ട്രെയിന്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ നമ്മളെ ഈ പിന്നെ പലപ്പോഴും ഇപ്പോഴാണ് നമുക്ക് പിന്നെ എന്താണ് റെറയുണ്ട്. ഈ റെറയും ചിലപ്പോൾ പലപ്പോഴും ഈ ഗോസിപ്പിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. റെറ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് കേരളയ്ക്കകത്തൊക്കെ ആണെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, കറക്റ്റായിട്ട് നിയമമല്ലാതെ അവർക്കും ഇമോഷൻ ഉണ്ടായിട്ട് അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള സംഭവങ്ങൾ, നേരിൽ ബോധ്യമുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാമ്പക്കോള കോമ്പൗണ്ട് എന്ന് പറയുന്ന മുംബൈയിലെ അത് പിന്നെ എന്താണ് 500 crores പ്രോജക്റ്റാണ്. 2014 വന്ന പ്രോജക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം ഡിമോളിഷൻ ഓർഡർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നീട് സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഹിഡൻ പ്രോബ്ലംസ് അതിനകത്ത് വന്നു. ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഇഷ്യൂ ആയി. ആ പ്രോജക്റ്റ് തന്നെ പൊളിഞ്ഞ് നാശമായി, നാമാവശേഷമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രസ്റ്റ് കൊളാപ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന പിന്നെ ഇതൊക്കെ വളരെ ലോ പ്രൈസിൽ കൊടുത്താലും വേറൊരാൾ എടുത്താലും ഇത് പൊക്കാനായിട്ട്, കാരണം പേരുദോഷം വന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞതുപോലുള്ള രീതിയിലാണ് ആൾക്കാർ എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അപ്രൂവൽ ക്ലാരിറ്റി മിസ്സിങ് എന്ന് പറഞ്ഞ ഈ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ വലിയ പ്രോജക്റ്റുകൾ പൊളിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സത്യത്തിൻ്റെ പ്രോജക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ 2008 വന്ന് 1500 കോടിയുടെ പ്രോജക്റ്റായിരുന്നത്. അപ്പം തുടങ്ങിയത് വളരെ ജെന്യുവനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പക്ഷേ ആ ഗ്രൂപ്പ് അതിൻ്റെ പേര് പോയതോടുകൂടി ഇതും കൂടെ പോകാനായിട്ടുള്ള ഇത് ഇടയുണ്ടായി. അപ്പോൾ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അത് സ്പിൽ ഓഫർ ചെയ്ത് ആ ഒരു ഇത് എല്ലാത്തിനും വരുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിട്ട് വിഡ്രോ ചെയ്തു. ആക്ച്വലി ആ പ്രോജക്റ്റിനകത്ത് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ആ ഇൻവെസ്റ്റേഴ്സ് വളരെ പാനിക്ഡായിട്ട് വിഡ്രോവൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇഷ്യൂസ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന
പിന്നെ ഈ പറഞ്ഞ പോലെ പ്രസാവൻ പ്രോജക്ട്സ് ഏതാണ്ട് 5,000 crores ഡൽഹിയിൽ വന്ന പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഈ പറഞ്ഞതുപോലെ റെപ്യൂട്ടേഷൻ പോയി. പ്രോജക്റ്റ് നല്ലതായിരുന്നു, ഈ കുറച്ച് പത്രങ്ങളും മറ്റുമെല്ലാം ഇടപെട്ട് പൊളിറ്റീഷ്യൻസും എല്ലാം ഇടപെട്ട് ന്യൂസ് വന്നു മോശമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് പറഞ്ഞു പിടിച്ച് ലീഗൽ കംപ്ലയിൻസ്, ഇങ്ങനെ അവലാഞ്ച് ഓഫ് ലീഗൽ കംപ്ലയിൻസ് വന്ന് പിന്നെ അത് നെഗറ്റീവ് ഇംപ്രഷൻസിലേക്ക് പോയി പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഈ കേരളത്തിൽ ഏതാണ്ട് ഒരു 10-12 പ്രോജക്ട്സ് ഇപ്പോഴും വളരെ നല്ല ആംബിഷ്യസ് ആയിട്ട് ചെയ്ത പ്രോജക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദുബൈയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പാം ജബൽ അലി പ്രോജക്റ്റ് ഇപ്പോൾ അത് പിന്നെ ഓൾറെഡി പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് 2002 തുടങ്ങിയിട്ട് 2009 പോയി. അപ്പോൾ ആ സമയത്ത് വന്ന ബുദ്ധിമുട്ട് കാരണം $10 ബില്യൺ പ്രോജക്റ്റായിരുന്നു. മാർക്കറ്റ് ക്രാഷ് വന്ന് അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്ത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ആർക്കാണ് ഇത് പോകുന്നത്? ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവെസ്റ്റേഴ്സാണ് ഇതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ഇവർക്ക് ഈ പൈസ പോകുന്നത്. കാരണം പിന്നെ ബിൽഡർ എന്ന് പറഞ്ഞാൽ ബിൽഡർ ഒരു സേഫർ സോണിലായിരിക്കും നിൽക്കുന്നത്. ബിൽഡറും പോകും, ബിൽഡറിൻ്റെ പേരും എല്ലാം പോകും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മാസീവായിട്ട് ഇൻവെസ്റ്റേഴ്സ് പാനിക്ഡ് ആകുന്നതോടുകൂടി ആ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്കൊന്നും അറിയണം, എൻ്റെ കാശിപ്പോൾ കിട്ടിയാൽ മതി. എക്സ്റ്റേണൽ ക്രൈസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രോജക്റ്റ് ഫ്രീസായി പോകും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇഷ്യൂസ് നമുക്ക് പിന്നെ കേരളത്തിലെ ഇപ്പോൾ ഇന്ത്യയിലെ കേസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ബുൾസിൻ്റെ 5,000 crores പ്രോജക്റ്റായിരുന്നു. അതിനകത്തും ഡിലേ വന്നു, കോടതി വന്നു. ഭയങ്കര ജെന്യുവിനായിട്ടുള്ള പിന്നെ സമീർ ഗാലറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തുടങ്ങിയൊരു പ്രോജക്റ്റാണ്. പിന്നെ ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ട് പിന്നെ താഴേക്ക് പോയി. പിന്നെ പക്ഷേ അത് പിന്നീടൊരു വിധത്തിൽ അവരത് മേക്ക് ഓവർ ചെയ്തു. ഓക്കെ, പക്ഷേ എന്നാലും നെഗറ്റീവ് പെർസെപ്ഷൻ അപ്പോഴത്തേക്കും. പക്ഷേ അവിടെയും ഈ വാല്യൂ റെഡ്യൂസ് ചെയ്ത് പോകുന്ന ഈ പാനിക്ഡ് ആകുന്ന, ഈ ന്യൂസ് കേട്ട് പാനിക്ഡായി പോകുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെയാണ്. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പെർസെപ്ഷൻസ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറയാനുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ്.